السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ടവരെ, ഒരു രാത്രിയിൽ മഹാനരായ സഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. തൻ്റെ സമീപത്ത് തൻ്റെ കൊച്ചുമകൻ യഹിയ കിടപ്പുണ്ട്. വീട്ടുമുറ്റത്താവട്ടെ തൻ്റെ കുതിരയെ കെട്ടിയിട്ടിട്ടുമുണ്ട്. മഹാനവറുകൾ ഖുർആൻ പാരായണം തുടങ്ങി. അപ്പോഴതാ കുതിര ചാടിക്കളിക്കുന്നു, കയർക്കുന്നു. അതിൻ്റെ കയർ പൊട്ടിച്ച് അത് ഓടിപ്പോകുമോ എന്ന് തോന്നി. കുതിരയുടെ ഈ ചാടിക്കളിക്കൽ, അതിൻ്റെ ശബ്ദം കേട്ട് മകൻ ഉണരുമോ എന്ന ഭയത്താൽ മഹാനവറുകൾ ഖുർആൻ പാരായണം നിർത്തി, അല്ലെങ്കിൽ വളരെ ശബ്ദം താഴ്ത്തി ഓതാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉച്ചത്തിൽ പാരായണം ചെയ്തു തുടങ്ങി. അപ്പോഴും കുതിര ചാടിക്കളിക്കുന്നു. മഹാനവറുകൾ വീണ്ടും പാരായണം നിർത്തി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും പാരായണം തുടങ്ങി. അപ്പോഴും സ്ഥിതി തദൈവ, അങ്ങനെ തന്നെയാണ്. കുതിര ചാടിക്കളിക്കുന്നു. മഹാനവറുകൾ ഖുർആൻ പാരായണം നിർത്തി പുറത്തേക്ക് ഇറങ്ങി നോക്കി. നോക്കുമ്പോൾ ആകാശലോകത്ത് മേഘം പോലെ ഒന്ന് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ആ മേഘത്തിൽ നല്ല ലൈറ്റുകളുണ്ട്, അലങ്കാരങ്ങളുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. അതെങ്ങനെ മേൽപോട്ട് ഉയർന്നു ഉയർന്നു പോയി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും അകന്നുപോയി. പുലർക്കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഈ അത്ഭുതം പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, നിനക്കറിയാമോ എന്തായിരുന്നു സംഭവമെന്ന്? താങ്കളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മധുരമുള്ള ശബ്ദം കേൾക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നതായിരുന്നു. താങ്കൾ അങ്ങനെ ഓതിയിരുന്നുവെങ്കിൽ, പുലരുവോളം ഓതിയിരുന്നുവെങ്കിൽ അതവിടെ നിൽക്കുമായിരുന്നു, ആ മലക്കുകൾ അവിടെ നിൽക്കുമായിരുന്നു. ആ അത്ഭുതം എല്ലാവർക്കും നേരിട്ട് അവരുടെ കണ്ണുകൊണ്ട് കാണാമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. നമുക്കറിയാം, നാം ഒരുപാട് അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്കിലും ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ ഓർമ്മപ്പെടുത്തുക എന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൻ്റെ വാർഷികമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിൽ നാം ആഘോഷിക്കുന്നത്. ഒരു യഹൂദി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചുവെത്രേ, പറഞ്ഞുവെത്രേ, ഞങ്ങളിലേക്കായിരുന്നു ഈ അവതരണമെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളും നല്ല നിലക്ക് ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു മാസക്കാലം, റമദാൻ മാസം മുഴുവനും ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം തന്നെയാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, വ്യക്തമായ നിലക്ക് അക്ഷരസ്ഫുടതയോടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അത് റമദാനിൽ മാത്രമല്ല, എന്നും എപ്പോഴും പാരായണം ചെയ്യണം. റമദാനിലാവട്ടെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ആഘോഷമായതുകൊണ്ട് ധാരാളം തവണ ഖതം തീർക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയം അള്ളാഹുവിന്റെ ഗന്ധം പാരായണം ചെയ്യുന്നവർ,
വാക്കാമുസ്വലാത്ത, അവർ നിസ്കാരം ശരിയാവണ്ണം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുമുണ്ട്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കച്ചവടത്തിന് ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലി, അല്ലാഹു തആല അവരുടെ പ്രതിഫലം സമ്പൂർണമായി അവർക്ക് നൽകും. അതിനപ്പുറം അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വർദ്ധിതമായി അല്ലാഹു തആല അവർക്ക് നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. അതുകൊണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട്. ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും പുണ്യങ്ങൾ ലഭിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. അതിന് നല്ല വാസനയും ഉണ്ടാവും, അതിന് മധുരവും ഉണ്ടാവും. ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിന് അവന് നല്ല സൗഗന്ധമുണ്ടാവും, അവനക്ക് മധുരമുണ്ടാവും. അവന്റെ ഉള്ളിൽ മധുരമുണ്ട്, അവന്റെ പുറത്ത് സൗഗന്ധവും ഉണ്ടാവും. അകത്ത് ലവലേശവും വിശുദ്ധ ഖുർആൻ ഇല്ലാത്തവന്റെ ഉദാഹരണം അതൊരു നാശം പറ്റിയ വീട് പോലെയാണ്. പൊളിഞ്ഞ് പൊട്ടിപ്പോയ വീട് പോലെയാണ്, ഖറാബായ വീട് പോലെയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കോ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് പദവികൾ അല്ലാഹു നൽകുന്നതാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി അഖ്വാമൻ, ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു തആല കുറെ ആളുകളെ അവരുടെ പദവി അല്ലാഹു തആല ഉയർത്തുന്നു എന്ന് വിശുദ്ധമായ ഹദീസിൽ നമുക്ക് വായിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. എപ്പോഴും എന്നും ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഫൈനഹു നൂറുൽ ലക ഫിൽ അർദി, അത് ഭൂമി ലോകത്ത് താങ്കൾക്ക് പ്രകാശമായി ഭവിക്കുന്നതാണ്. ഭൂമിയിൽ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾക്കതൊരു പ്രകാശമാകും. നിങ്ങളുടെ മുന്നിലും പിന്നിലും നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ആ പ്രകാശമുണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുകയില്ല. മാത്രമല്ല വദുഖ്റുല്ലക ഫിസ്സമാ, ആകാശ ലോകത്ത് അങ്ങേക്കത് ഒരു സൂക്ഷിപ്പ് സ്വത്തുമാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ദുനിയാവിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ വഴികളൊക്കെ തുറന്നു കിട്ടും, വഴികളിലൊക്കെ തന്നെ പ്രകാശമുണ്ടാവും. ഒരിക്കലും വഴികൾ കൊടുസായി പോവുകയില്ല, പ്രയാസമുണ്ടാവുകയില്ല, വഴികൾ അടഞ്ഞു പോവുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞല്ലോ, ഖുർആൻ പിന്തുടരുന്നവൻ, അത് പാരായണം ചെയ്തുകൊണ്ടും അതിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിനെ അനുധാപനം ചെയ്യുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയോ പിഴക്കുകയോ ചെയ്യുകയില്ല. ഒരു പള്ളിയിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് ദർസ് നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങുമെന്നും അല്ലാഹുവിന്റെ കാരുണ്യം അവരെ വലയം ചെയ്യുമെന്നും മലക്കുകൾ അവർക്ക് ചുറ്റും കാവലായി ഉണ്ടാകുമെന്നും അല്ലാഹു അവരെ പുകഴ്ത്തിക്കൊണ്ട് ആകാശവാസികളോട് പറയുമെന്നും സ്വഹീഹായ പ്രബലമായ ഹദീസിൽ കാണാവുന്നതാണ്. പള്ളിയിൽ ദർസ് നടത്തുമ്പോൾ ദർസുള്ള പള്ളികൾ അതാ നാട്ടുകാർക്ക് എത്രമാത്രം ഗുണമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പള്ളികളിൽ മാത്രമല്ല വീടുകളിൽ ഓതുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. ആ വീടിന് വിശുദ്ധ ഖുർആൻ കാവലാവും, അവിടെ നിന്ന് ശൈത്താൻ ഓടിപ്പോകും. ആ വീടിനകത്ത് സന്തോഷവും ഐശ്വര്യവും സ്നേഹവും കളിയാടും. ആ വീട് എല്ലാവർക്കും വിശാലമായി നിൽക്കും. അതുപോലെ ആ വീട്ടിലെ ആളുകളുടെ റിസ്ക്, ഉപജീവന മാർഗം വിശാലമായി തീരും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ജഅലൂ ലി ബുയൂതികും നസീബൻ മിനൽ ഖുർആനി, നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ അല്പമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണം. കാരണം ഫഇന്നൽ ബൈത ഇദാ ഖുരിഅ ഫീഹിൽ ഖുർആനു തയസ്സറ അലാ അഹ്ലിഹി, ഏതൊരു വീട്ടിൽ വെച്ചാണോ
ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അവരുടെ അഹ്ലുകാർക്ക് അത് എല്ലാ കാര്യങ്ങളിലും എളുപ്പമുണ്ടാക്കി കൊടുക്കും. വകസുറ ഖൈറുഹു, ആ വീടിന്റെ ഖൈർ ഗുണങ്ങൾ അധികരിച്ചു വരും. അവിടുത്തെ താമസക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാവും എന്ന് വിശുദ്ധരായ നബിയുടെ ഹദീസിൽ കാണാം. പാരായണ നിയമം പാലിച്ചുകൊണ്ട് നന്നായി പാരായണം ചെയ്യുന്നവൻ മലക്കുകളോടൊപ്പമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഓതുന്നവൻ ഓതണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി, എന്നാൽ അവർക്ക് ശരിക്കും ഓതാൻ അറിയുകയുമില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് ഓതുന്നവന് 2 കൂലിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ഓതുന്നതിന്റെ കൂലിയും, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഓതണമെന്ന അവന്റെ ആ ദൃഢനിശ്ചയത്തിനും കൂലിയുണ്ട്. അങ്ങനെ 2 കൂലിയുണ്ടെന്ന് പറയുന്നു. അപ്പൊ ദിനേന കുറഞ്ഞ സമയമെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി നാം നീക്കി വെക്കണം. അള്ളാഹു 24 മണിക്കൂർ നമുക്ക് ഒരു ദിവസത്തിൽ തന്നിട്ടുണ്ടല്ലോ. 5 മിനിറ്റെങ്കിലും എന്തുകൊണ്ട് നമുക്കതിന് നീക്കി വെച്ചുകൂടാ? റമദാനിൽ പോലും വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കാത്തവരുണ്ട്. അവരുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ്. എന്നും വിശുദ്ധ ഖുർആൻ ഓതുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം അവനിക്കുണ്ടാവും. ദുനിയാവിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും അത് പരിഹരിക്കാനുള്ള തൗഫീഖ് അവനിക്കുണ്ടാവുകയും റിസ്ഖിൽ, അവന്റെ ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാവുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും കാവലുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം നാളെ സ്വർഗം ലഭിക്കും. ഖുർആൻ അവർക്ക് വേണ്ടി അള്ളാഹുവിങ്കൽ ശഫാഅത്ത് ചെയ്യും, അവർക്ക് വേണ്ടി തർക്കിക്കും, അവർക്ക് സ്വർഗം കൊടുക്കണമെന്ന് തർക്കിച്ച് പറയുമെന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല രോഗശമനം ഉണ്ടാവും. ശാരീരിക മാനസികമായ രോഗങ്ങൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ശിഫയാണ്. രോഗം വരുന്നതിന് കാവലുമാണ്. രോഗം വരാതെ സൂക്ഷിക്കുവാൻ കാവലായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നതാണ്. അതുപോലെ സിഹർ ബാത്തിലാവും, ഹസദ് ബാത്തിലാവും, അസൂയ ബാത്തിലാവും, കണ്ണേറ് ബാത്തിലാവും. അതിനെ തടുക്കാൻ കഴിയും. ദുആക്ക് ഉത്തരം കിട്ടും, കാര്യങ്ങൾ എളുപ്പമാവും. മാത്രമല്ല മലക്കുകൾ ഇറങ്ങി വരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. നേരത്തെ നാം പറഞ്ഞല്ലോ, ഹൃദയ രോഗങ്ങൾക്ക് വലിയ ശമനമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. ഹൃദയത്തിൽ നിന്ന് ദുർബോധങ്ങൾ നീങ്ങുകയും സംശയങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യും. ഈമാൻ ഹൃദയത്തിനകത്ത് സുദൃഢമാവും. മനസ്സിന് സമാധാനം വരും. വിഷാദ രോഗം അകന്നു പോകും. അറ്റാക്ക് പോലെയുള്ള ഹൃദയ രോഗങ്ങളിൽ നിന്ന് കാവലുണ്ടാകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനുണ്ട്. നമുക്കിതൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം വിശുദ്ധ റമദാനിൽ ധാരാളം ഖതം തീർക്കണം. റമദാൻ കഴിഞ്ഞാലോ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ദൈനംദിനം പാരായണം ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തില് നബിയും ജിബ്രീലും ഒന്നിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും ഓതുകയും പഠിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ ഹദീസിലുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. അഹ്ലുൽ ഖുർആൻ ഖുർആനിന്റെ ആളുകളാവണം. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ ആളുകളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ ഓതാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അതിന്റെ മതിയായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, വേണ്ടപ്പെട്ടവർ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സഹായിച്ചവർ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.